ഇന്ന് ASMന്റെ ഡേ 2 പ്ലാനാണ് നിങ്ങളുമായിട്ട് റിവീൽ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് പിടിച്ചാലോ. കേരള ഹിസ്റ്ററിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ, സമരങ്ങൾ. അപ്പോൾ ഈ സമരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സമരങ്ങളുടെ വർഷങ്ങൾ, നേതാക്കന്മാരെ, അവരുടെ പുസ്തകങ്ങൾ, പ്രസ്ഥാനങ്ങൾ, പത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോകുക. സമരങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ, ഇന്ന സമരം ഏത് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാ PSC ക്വസ്റ്റ്യനും ഈയിടെ കാണുന്നതാണ്. അപ്പോൾ വേഗം തന്നെ അത് പഠിച്ചോളൂ. ഇനിയും അത് പഠിക്കാൻ ഏറ്റവും നല്ല റിസോഴ്സ് PSC ബുള്ളറ്റിൻ തന്നെയാണ്. ഇനിയും ദുരന്ത നിവാരണം, തണ്ണീർത്തടം, ഇവ ഉറപ്പായും ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. ദുരന്ത നിവാരണവുമായിട്ടും തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഏതൊക്കെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ UN ബന്ധപ്പെട്ട് തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നോക്കണം കേട്ടോ. ഇനിയും ബയോളജിയിൽ രോഗങ്ങളും രോഗകാരികളും, അതിൽ ഏറ്റവും റീസെൻ്റായിട്ട് വരുന്ന അസുഖങ്ങൾ വരെയും PSC ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വാക്സിനാണ് അതിന് വേണ്ടി കൊടുക്കേണ്ടത്, ഇത് ഏത് രോഗകാരിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കും. കറണ്ട് അഫയേഴ്സ് ക്ലബ് ചെയ്ത് വേണം ഈ പോർഷൻ പഠിക്കാൻ. ദെൻ നൊബേൽ പ്രൈസ് 2023 നൊബേൽ പ്രൈസ്, 2024 നൊബേൽ പ്രൈസ് കിട്ടിയവരുടെ രാജ്യങ്ങൾ, വ്യക്തികൾ, അവരേതിനു വേണ്ടിയാണ്, അവരുടെ കണ്ടുപിടുത്തം എന്താണ്, അതൊക്കെ തന്നെയും പ്രസ്താവന രീതിയിലും ചോദിച്ചിട്ടുണ്ട്. സോ അത് ക്ലിയറായി പഠിക്കുക. MEM മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡെയിലി പഠിച്ച് ഇതേ രീതിയിലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗുണം ഉണ്ടാവുന്നത്? ASM എന്ന് പറയുന്ന ജോലി നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ മറന്നു പോകേണ്ട, ASMൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ജോയിൻ ചെയ്യുക. CCയോടൊപ്പം തന്നെ പഠിക്കാം.